And Prime Minister Modi came to see me. Sir, may I see you, please? Yes, I have a very good relationship with him. He's not that happy with me because, they're paying a lot of tariffs now. സർ മേ ഐ സി യു പ്ലീസ് പ്ലീസ്. എടാ എടാ നീ എന്ത് കഷ്ടമാണെടാ. സംഘികളെ നിങ്ങൾ പറ. എടാ നമ്മുടെ പ്രധാനമന്ത്രിയാടാ യാചിക്കുകയാണ് പ്രസിഡന്റിനോട്, ട്രംപിനോടെ, മേ പ്ലീസ് ഞാൻ വന്ന് കണ്ടോട്ടെ സർ, സർ പ്ലീസ്. നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ വിശ്വഗുരുവിനെയാണ് ഇമ്മാതിരി മിമിക്രി കാണിക്കുന്നത് ഇയാള് ട്രംപ്. ഇത് ദിവസവും ട്രംപ് കാണിച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പോ ഇന്ന് കുറച്ച് മുമ്പ് കാണിച്ച സംഭവം അത്. Prime Minister Modi came to see me. Sir, may I see you, please? ഉളുപ്പുണ്ടോടാ, ഉളുപ്പുണ്ടോ? എനിക്കും നിനക്കൊക്കെ ഈ രാജ്യത്ത് നമ്മുടെ പ്രധാനമന്ത്രിനെ എടാ ഊക്കി 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 വിട്ടുകൊണ്ടിരിക്കുന്നത്. സർ പ്ലീസ് ഞാൻ ഒന്ന് വന്ന് കണ്ടോട്ടെ, എനിക്കൊന്ന് കണ്ടാൽ മതി പ്ലീസ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഞാൻ ഹാപ്പി അല്ല, മീൻസ് പ്രധാനമന്ത്രി നമ്മുടെ മോദിജി ഹാപ്പി അല്ല. കാരണം ഞാൻ നല്ലപോലെ എന്താ പറയുക താരിഫ് കൊടുത്തിട്ടുണ്ട്, പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏതായാലും റഷ്യൻ്റെ എണ്ണ മൊത്തത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം താരിഫിൻ്റെ കാര്യത്തിലൊക്കെ. ഏതായാലും അമേരിക്കയ്ക്ക് താരിഫ് കാരണം 650 ബില്യൺ USD ലാഭം വന്നിട്ടുണ്ട്, പൈസ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളോട് അങ്ങോട്ട് യാചിക്കുക. ട്രംപ് പോകുന്നിടത്തും നമ്മൾ പോകില്ല, പേടിയാ. നേരിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലേ ഭയങ്കര പ്രശ്നമായി പോകും. ട്രംപ് വരുന്ന ഉച്ചകോടിക്കൊന്നും നമ്മൾ പോകാറില്ല. ട്രംപ് നേരിട്ട് വിളിച്ച് നമ്മൾ ഫോൺ എടുക്കാറില്ല. അങ്ങോട്ട് മെല്ലെ നൈസായിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് പ്ലീസ് ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ, ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം, ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാം. നിങ്ങൾ ഹാപ്പി അല്ല എന്ന് എനിക്കറിയാം, ഞാൻ വേണേൽ നിങ്ങളെ സന്തോഷിപ്പിക്കാം. അങ്ങനെയെങ്കിലും ആ താരിഫ് ഒന്ന് കുറച്ച് തരുമോ? കാരണം ഞാൻ ഇവിടെ വലിയ ബിൽഡപ്പേ, ഇന്ത്യയിൽ ഞാൻ വിശ്വഗുരുവാണ് 56 ഇഞ്ചാന്നൊക്കെ പറഞ്ഞ് വലിയ ബിൽഡപ്പ് വെച്ചിട്ടുണ്ടേ. എനിക്ക് തലപൊക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സംഖ്യകളുടെ കൂട്ടത്തിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ട്, ബാക്കിയുള്ളവരുടെ കൂട്ടത്തിൽ എനിക്ക് പറ്റുന്നില്ല. എടാ പരമ സംഖ്യകളെ നിങ്ങൾ കേൾക്ക്, ഞാൻ സംഖ്യകളെ പറയുള്ളൂ. ഞാൻ നാട്ടിലെ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കേണ്ടേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പറയേണ്ട കാര്യമില്ല, അവർക്കറിയാം. പക്ഷെ സംഖ്യകൾക്ക് ഇപ്പോഴും അറിയില്ല. സംഖ്യകൾ ഇപ്പോഴും 56 ഇഞ്ച് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. 56 ഇഞ്ച് മറ്റേ വായിക്കൂടെ 56 ഇഞ്ചിന് ടാപ്പ് ചുറ്റിട്ടാണ് നമ്മുടെ മോദിജി നടക്കുന്നത്. ഇപ്പം മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് മിണ്ടണില്ല. ഒരു പ്രധാനമന്ത്രിനെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിനെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണത്തലവൻ ഓരോ ദിവസവും വന്ന് ഊക്കി 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 വിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഊക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ട, ഊക്ക എന്ന് പറഞ്ഞാലല്ലോ നമ്മൾ ആക്കി വിടുക എന്ന് പറഞ്ഞാൽ അത് അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ അർത്ഥങ്ങളും വേറെ ചിന്തകളൊന്നും ആരും കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പം ഇങ്ങനെ നമ്മളെ പ്രധാനമന്ത്രിനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഒരു 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 ട്വീറ്റ് ചെയ്താൽ മതി, താൻ എന്താണോ പറയണത്, അല്ലെങ്കിൽ ട്രംപ് നിങ്ങൾ എന്താണ് പറയുന്നത്, എനിക്ക് നിങ്ങളെ പേടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ട്രംപ് അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മേലെ എത്ര ഉപരോധങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മേലെ ഇത്തരത്തിലുള്ള താരിഫുകൾ വെച്ചാലും കുഴപ്പമില്ല, ഞാൻ മറ്റു രാജ്യങ്ങളുണ്ട് എനിക്ക്, അമേരിക്ക മാത്രമല്ല എന്ന് പറഞ്ഞാൽ മതി. പറയൂ, ഇല്ല, വാ തുറക്കില്ല. എന്ത് ചെറ്റത്തരം അമേരിക്ക കാണിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ നമ്മൾ മിണ്ടൂല. ആ മിണ്ടാണ്ടിരിക്കാനുള്ള സകല പണികളും ട്രംപിൻ്റെ കയ്യിലുണ്ട്. നമ്മൾ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ, ആ വീഡിയോ എനിക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നു. അതിനുള്ള കാരണങ്ങൾ വലിയ വലിയ കാരണങ്ങളാണ്, ഞാൻ പിന്നെ പറയും, ഇപ്പം പറയുന്നില്ല. റിമൂവ് ചെയ്യേണ്ടി വന്നതിനുള്ള കാരണങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം. അപ്പം അത്രയും ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ അത്രയും പേടിപ്പെടുത്തുന്ന രീതിയിലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ പിന്നിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പല പേടികളും നമ്മുടെ പ്രധാനമന്ത്രിക്കും അല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യ ഡിപ്പാർട്ട്മെൻറ്റിന്, നമ്മുടെ എന്താ പറയുക ഫോറിൻ മിനിസ്ട്രിക്ക് തന്നെ എന്തൊക്കെയോ പേടിക്കാനുണ്ട്. മടിയിൽ കനമുണ്ട്, കനമുള്ളതുകൊണ്ട് തന്നെയാണ് ഈ പേടി, മിണ്ടാൻ പറ്റാത്തത്. ഇന്നലെ ട്രംപ് ഇതൊക്കെ പറയാനുള്ള കാരണം, ഇന്നലെ വൈറ്റ് ഹൗസിലെ ഒരു പ്രസ് കോൺഫറൻസിലാണ് അതൊക്കെ സംസാരിച്ചത്. ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വെച്ചിരുന്നു, എന്നിട്ട് പറഞ്ഞതിനെ പറ്റി നമുക്ക് സംസാരിക്കാം. They gave me an award, Salesman of the Year. I said, what about Salesman of the in the history of Boeing? I've sold more Boeing planes than any man in history by far, probably over 1,000. Over 1,000 planes. I said, that's the good news. But why should they wait 3-4 years to get a plane? They should get them immediately. The F-35s, it takes too long to get them. The Apache helicopter. I mean, I had India coming to me, sir, I've been waiting 5 years. We're changing it. We're changing it. India ordered 68 Apaches, and Prime Minister Modi came to see me. Sir, may I see you, please? Yes, I have a very good relationship with him. He's not that happy with me because, they're paying a lot of tariffs now because they're not doing the oil, but they are. They've now reduced it very substantially, as you know, from Russia. We're getting rich because of tariffs, by the way. I hope everyone understands that. They hate to report. We're going to have over $650 billion poured into our country or coming in shortly because of tariffs. They're finding all of these pockets of money. A couple of weeks ago, sir, we're off by $39
billion. Oh, is that good or bad? Meaning, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കേട്ടോ. അതായത് താൻ ചരിത്രത്തിൽ, അതായത് ട്രംപ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോയിങ് വിമാനങ്ങൾ വിറ്റ ആളാണ്. ഇറ്റ്സ് എ ഗുഡ് സെയിൽസ്മാൻ എന്നാണ് പുള്ളി പറഞ്ഞത്. എത്രയും നല്ല കൂടുതൽ എത്രയും അമേരിക്കയ്ക്ക് കാശ് കൊണ്ടുവരാൻ അമേരിക്കയുടെ വിമാനങ്ങൾ വിറ്റ് കൊടുത്തിട്ടുള്ള ഒരാളാണ് ട്രംപ്. ഇനി അത് മാത്രമല്ല, ഇന്ത്യ 68 അപ്പാച്ചെ ഹെലികോപ്റ്റേഴ്സ് ഓർഡർ ചെയ്തിരുന്നു. അതിന് 5 വർഷത്തോളമാണ് കാത്തിരിക്കേണ്ടി വന്നത് ഇന്ത്യക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി അങ്ങോട്ട് വിളിച്ചിട്ട് ഒരു കൂടിക്കാഴ്ച, ഒരു സന്ദർശനത്തിന് വരുന്നതിൻ്റെ മുമ്പേ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ പ്ലീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് പ്രധാനമന്ത്രി വന്ന് കാണുന്നത്. നമ്മളവിടെ എന്താ പറഞ്ഞത്? ട്രംപ് നേരിട്ട് വിളിച്ചു. ഇന്ത്യ, അതായത് ഇന്ത്യയുടെ വിശ്വഗുരുവിനെ നേരിട്ട് ട്രംപ് വിളിച്ചു. ട്രംപ് വരെ വിശ്വഗുരുവിൻ്റെ കാൽക്കലാണ്. നമ്മുടെ സംഖ്യകൾ അടിച്ചിറക്കിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് വന്ന സമയത്ത്, അല്ലെങ്കിൽ വരുന്നതിന് മുമ്പായിട്ട് അങ്ങോട്ട് വിളിച്ച നമ്മുടെ 56 ഇഞ്ച്, അതാണ് 86 ഇഞ്ച് എന്നും പറഞ്ഞ്, എടാ ഊളകളെ പരമ ഊളകളെ, നിങ്ങൾ ചിന്തിക്കി. നമ്മുടെ പ്രധാനമന്ത്രി അങ്ങോട്ട് വിളിച്ച് കാല് പിടിക്കുക, ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ. അപ്പോൾ എനിക്ക് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ട് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് അതങ്ങോട്ട് PR വർക്ക് ചെയ്യാം. സംഘികളും ബാക്കിയുള്ള സകല ഊളകളും ഇത് കാണുമ്പം ഞാൻ എന്തോ ഒരു സംഭവം തോന്നി. അതുകൊണ്ട് ഞാനൊന്ന് അങ്ങോട്ട് വന്നോട്ടെ. ഇത് തന്നെയാണ് സകല രാജ്യങ്ങളും. ഇതിനു മുമ്പ് നമ്മൾ മാത്രമല്ല, യൂറോപ്യൻ യൂണിയൻ്റെ ഒരു മീറ്റിംഗ് നടന്നിരുന്നു. ആ മീറ്റിങ്ങിൽ സംസാരിച്ച പല നേതാക്കളും പറഞ്ഞത് അങ്ങനെ, പ്രധാനമന്ത്രി ഇങ്ങോട്ടാണ് ചോദിക്കാറ് ഇൻവിറ്റേഷൻ, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് ചോദിച്ചിട്ടാണ് പല കൺട്രീസിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോകുന്നത് എന്ന്. നമ്മളിവിടെ എന്താ പറയുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിനെ എല്ലാവരും അങ്ങോട്ട് വിളിച്ച് ആദരിക്കുന്നു, സമ്മാനം കൊടുക്കുന്നു, അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാനങ്ങൾ കൊടുക്കുന്നു. അതല്ല, നമ്മൾ അങ്ങോട്ടുണ്ടാക്കുന്നതാണ്. ഇതാണ് PR, നല്ല നൈസ് PR. കഴിഞ്ഞ 10 വർഷത്തിനിടക്ക് 10,000 കോടി ഞാനും നീയൊക്കെ കൊടുത്ത ടാക്സിൻ്റെ 10,000 കോടി വെച്ചിട്ടാണ് മോദിജി PR വർക്ക് ചെയ്യുന്നത്, മോദിജിക്കും BJPക്കും വേണ്ടിയിട്ട്. അത് മനസ്സിലാക്കാൻ ഒരൊറ്റ മരമണ്ടനായിട്ടുള്ള സംഘപരിവാണങ്ങൾക്കും തലയിൽ കയറുന്നില്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. ഇത് തന്നെയാണ്. ഇതിങ്ങനെ കയറി അവസാനം മൂത്ത് പല രാജ്യങ്ങളും ഇപ്പോൾ ക്ഷണിക്കാണ്ടായി, ഇപ്പോൾ വിളിക്കുന്നില്ല. അങ്ങോട്ട് വിളിച്ചാൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു വാക്ക് മിണ്ടുന്നില്ല. മോദിജി വാ തുറന്നിട്ട് ദിവസങ്ങളായി. വാ തുറക്കുന്നത് ആകെ കുറച്ച് ഹിന്ദു മുസ്ലിം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്, വേറെ ഒന്നിനും തുറക്കാറില്ല. പിന്നെ ആകെ തുറന്നത് വന്ദേമാതരത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് അങ്ങ് ഇവിടെ പോയിട്ട് പാർലമെന്റിൽ പോയിട്ട് വേറെ ഒരു സാധനത്തിനും ആ 56 ഇഞ്ച് വാ പൊളന്നിട്ടില്ല. ഇപ്പോൾ കണ്ടോ, ഇത് പച്ചക്ക് വന്നിട്ടാണ് പറയുന്നത്. അതിന് പോലും ആൻസറും ഉത്തരവും കൊടുക്കാൻ നമ്മുടെ മോദിജിനെ കൊണ്ട് പറ്റുന്നില്ല, കഴിയില്ല. കാരണം നമ്മൾ ആ അവസ്ഥയിലാണ്. നമ്മളെ ഈ നമ്മുടെ ഈ താരിഫ് കൂട്ടിയതിന് ശേഷം ഈ നമ്മുടെ കയറ്റുമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലോ വളരെ പരിതാപകരമാണ്. അത് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരുടെ ജോലി പോയി കഷ്ടപ്പെട്ടിരിക്കുകയാണ് ആൾക്കാർ. ഒരുപാട് H1B വിസക്കാർ അവിടുന്ന് തിരിച്ചു വരാൻ വേണ്ടി നിൽക്കുകയാണ്. പല കമ്പനികൾ ഇന്ത്യക്കാരെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആളുകളൊക്കെ തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്കേ ജോലിയില്ല. ഇത്രയും ഹൈ പൊസിഷനിൽ ഹൈ ജോലി അല്ലെ വലിയ വലിയ കരിയറൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ അവിടുന്ന് തിരിച്ച് ഇന്ത്യയിലോട്ട് വന്ന് ആരെന്ത് കൊടുക്കും? ഇന്ത്യ എന്തോ കൊമ്പത്തെ മറ്റൊന്നും പറയാൻ നടക്കുന്ന ആർക്കെങ്കിലും ഇവിടെ എന്തെങ്കിലും എടുത്തു കൊടുക്കാൻ പറ്റുമോ? അവർക്ക് പറ്റില്ല. ഇന്ത്യയുടെ അവസ്ഥ അതാണ്. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിനെ പോലും വൈറ്റ് ഹൗസിലോട്ട് നേരിട്ട് ക്ഷണിച്ച് അവിടെ പോയി ഇരുന്ന് ട്രംപും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയും കൂടെ ഇത് കുടിച്ച്, അതായത് കഞ്ഞി കുടിച്ച് വന്ന ഫോട്ടോയും വീഡിയോസൊക്കെ വന്നിരുന്നു കഴിഞ്ഞ 2-3 മാസം മുമ്പ്. അല്ലേ, നിങ്ങളൊക്കെ കണ്ടു കാണും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അത് വൈറ്റ് ഹൗസിനെ അങ്ങോട്ട് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടാണ് പാകിസ്ഥാൻ്റെ ഭരണ നേതാക്കൾ അവിടെ പോയത്. ഇന്ത്യയുടെ ഭരണ നേതാവ് എന്താ, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് കാല് പിടിച്ച് പോകുന്നു. പോയി തൂങ്ങി ചത്തൂടെ സംഖ്യകളെ, നിങ്ങൾക്ക് പോയി തൂങ്ങി ചത്തൂടെ. ഇയാളെ പൊക്കി പിടിച്ചിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്